ഹായ് ഗൈസ്, ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കടായിയാണ്, ഒരു ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കടായിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ ചിക്കൻ ആദ്യം മാഗ്നേറ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട, 2 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇടണം കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നമ്മൾ ഇളക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന വിധം നന്നായിട്ട് കുഴച്ച് അത് മാറ്റി വെക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ ഒരു ഒരു മണിക്കൂർ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാറ്റി വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. then നമ്മൾ ഒരു പാൻ എടുക്കണം. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പാനൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് നല്ല പാൻ എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊരിഞ്ഞതാ ഇതേപോലെ ആയിക്കിട്ടുമ്പോൾ നമ്മളിത് മാറ്റി വെക്കണം. കോരി മാറ്റി വെക്കുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് സവാള, ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് അതേ ഓയിലിലേക്ക് തന്നെ അതേ പാനിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ചതച്ചാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. പിന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കുക. വേഗം വഴന്നിട്ടാണ് ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് സവാളയിൽ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റുപോയി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ചിക്കൻ്റെ ഒരു സതൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഈ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ചിക്കൻ മസാല വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പം നമ്മുടെ ഈ പൊരിച്ചെടുത്ത ചിക്കൻ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപ്പൊക്കെ റെഡി ആയതുകൊണ്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എത്ര പെട്ടെന്ന് ചിക്കൻ കടായി ഉണ്ടാക്കാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കടായി.